കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇന്നത്തെ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MA ഹിസ്റ്ററി ഫസ്റ്റ് ഇയറിലെ പേപ്പർ ആയിട്ടുള്ള MHI 105 ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇക്കോണമി 1 ഫ്രം ദ ഏർലിയസ്റ്റ് ടൈംസ് ടു C1700 എന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ബിഫോർ യു ബിഗിൻ എന്താണ് PYQ/UA അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്, ഈ ഒരു ഡോക്യുമെന്റും ഇന്നത്തെ സെഷനും ഏത് രീതിയിലാണ് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു PYQ/UA ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മെയിൻ ആയിട്ടും യൂസ് ചെയ്തിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ്. ജൂൺ 2024, ഡിസംബർ 2024, ജൂൺ 2025, ഡിസംബർ 2025 ഈ 4 സൈക്കിളുകളിലായിട്ട് ഇഗ്നോ നടത്തിയിട്ടുള്ള ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ കൂടെ തന്നെ 2025 to 2026 വാലിഡ് ആയിട്ടുള്ള അസൈൻമെന്റ്സും നമ്മളിവിടെ അനലൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ഒരു ബേസിസിലാണ് നമ്മൾ ഈ ഒരു PYQ/UA ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെയും ക്വസ്റ്റ്യൻ പാറ്റേണിനെയും ഒക്കെ ഒന്ന് ഫെമിലറൈസ് ചെയ്യുക. ഏതൊക്കെ യൂണിറ്റ് ആണ് നിങ്ങൾ ഇനി പ്രയോറിറ്റി ചെയ്ത് പഠിക്കേണ്ടത്, ഏതൊക്കെ യൂണിറ്റിൽ നിന്നുമാണ് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ട് ഇനിയുള്ള നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ ഫോക്കസ്ഡ് ആയിട്ടും വളരെ എക്സാം ഓറിയന്റഡ് ആയിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ റെഡി ആക്കുക എന്നുള്ളതാണ് ഈ ഒരു PYQ/UA ഡോക്യുമെന്റിലൂടെ നമ്മൾ പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത്. സോ ഈ ഒരു ഡോക്യുമെന്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാ, ഇതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അതോടൊപ്പം ഇതിൽ നമ്മൾ ഹൈയുള്ള സിലബസ് മാപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പേപ്പറിൽ ടോട്ടൽ പഠിക്കാനുള്ള യൂണിറ്റ്സിനെ 3 കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓരോ എക്സാമിനും എത്രത്തോളം ക്വസ്റ്റ്യൻ ഓരോ യൂണിറ്റിൽ നിന്നും ചോദിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ യൂണിറ്റിന്റെയും റെലവൻസി നമ്മൾ കണക്കാക്കുന്നത്. സോ ഒരു യൂണിറ്റിൽ നിന്നും എല്ലാ സെഷൻസിലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുവെങ്കിൽ ആ യൂണിറ്റ് ഹൈ ഈൽഡ് യൂണിറ്റ് ആണ്. ഇനിയിപ്പം ഫ്രീക്വന്റ് ആയിട്ട് എടുക്ക ചോദിക്കുന്നുവെങ്കിൽ അതൊരു മീഡിയം ഈൽഡ് യൂണിറ്റും ആണ്. വളരെ കുറച്ച് മാത്രമേ ചോദിക്കുന്നുവെങ്കിൽ ലോ ഈൽഡ് യൂണിറ്റ് ആണ്. സോ ഈ രീതിയിലാണ് നമ്മൾ ഓരോ യൂണിറ്റിനെയും കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക നിങ്ങൾക്ക് ഏതൊക്കെയാണ് നിങ്ങൾ ഇനിയും പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത്. കാരണം നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും പഠിക്കണമല്ലോ. അപ്പം അങ്ങനെ നിങ്ങൾ ഇനി പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട യൂണിറ്റ്സ് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ധാരണ കിട്ടും. ദെൻ ഓരോ യൂണിറ്റിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാവുന്ന നമുക്ക് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും അതിന്റെ ആൻസർ ബ്ലൂ പ്രിന്റ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. കാരണം ഓരോ ആൻസേഴ്സിലും എന്തൊക്കെ കണ്ടന്റ്സ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യണം, ആ ആൻസേഴ്സ് എങ്ങനെ നിങ്ങൾക്ക് എഴുതണം എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഈ ഒരു ആൻസർ ബ്ലൂ പ്രിന്റ്സിലൂടെ നിങ്ങൾക്ക് കിട്ടും. സോ അങ്ങനെയുള്ള ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസർ ബ്ലൂ പ്രിന്റ്സും ഇതിൽ അവൈലബിൾ ആണ്. ദെൻ ഒരു 3 hour എക്സാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 2 ഫുൾ പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റും അതിന്റെ ഫുൾ വർക്ക്ഡ് ആൻസേഴ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഓരോ ആൻസേഴ്സും എങ്ങനെ നിങ്ങൾ എഴുതണം
അതിന് എത്രത്തോളം ടൈം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഇനിയുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ എക്സാം ഓറിയന്റഡ് ആയിട്ട് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടും സ്മാർട്ട് ആയിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ ഒരു സെഷനും നമ്മളുടെ PYQ/UI ഡോക്യുമെന്റും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് തീർച്ച തന്നെയാണ്. അപ്പം നിങ്ങളിപ്പം ഫ്രഷ് ആയിട്ട് പഠിക്കാനുള്ള തുടങ്ങിയിട്ടുള്ള ലേണേഴ്സ് ആണെങ്കിലും ഇനി നിങ്ങൾ റിവിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ലേണേഴ്സ് ആണ് എന്നുണ്ടെങ്കിലും നിങ്ങളെ രണ്ടുപേരെയും ഒരുപോലെ ഈ ഒരു ഡോക്യുമെന്റ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് സെഷനിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഹൗ ടു യൂസ് ദിസ് ഡെക്ക് എന്നുള്ളതാണ്. നിങ്ങളിപ്പം ഓരോരുത്തരും നിങ്ങളുടെ എക്സാമിനേക്കുള്ള പ്രിപ്പറേഷനിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ലെവലിൽ നിൽക്കുന്ന ആളുകളായിരിക്കില്ലേ. ചിലർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, ചിലർ ഇതുവരെയും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. അങ്ങനെ പല പല കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും നിങ്ങൾ. ഇപ്പൊ നമ്മളിവിടെ 3 പാത്വേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ 3 പാത്വേയും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ ഏത് ലെവലിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു പാത്വേ ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതും. ഇനിയുള്ള സമയം നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ ഈ ഒരു പാത്വേ പ്രകാരമായിരിക്കണം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവേണ്ടതും. ഫസ്റ്റ് പാത്ത് 1 ദ ടോപ്പർ ട്രാക്ക് ആണ് ഫോർ സ്റ്റുഡൻറ് ഹു ഹാവ് ടൈം ടു പ്രിപ്പയർ thoroughly. എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ അത്യാവശ്യം നല്ല സമയമുള്ള ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് പാത്ത് 1. സോ ഇങ്ങനെയുള്ള ലേണേഴ്സ് ചെയ്യേണ്ടത് നിങ്ങളുടെ വീക്ക് 1 ആൻഡ് വീക്ക് 2 നിങ്ങൾ ടീം 1, ടീം 2, ടീം 3 നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ടീം 1 മുതൽ ടീം 3 വരെ ടോട്ടൽ 9 യൂണിറ്റ്സ് ആണ് വരുന്നത്. സോ ഈ ഒരു വീക്ക് 1 ആൻഡ് വീക്ക് 2 നിങ്ങൾ യൂണിറ്റ് 1 ടു യൂണിറ്റ് 9 നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൽ തന്നെ യൂണിറ്റ് 1 ടു 10 നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് കൊടുക്കണം. ഹിസ്റ്റോറിയോഗ്രഫി ബേസ് ചെയ്തിട്ടുള്ള യൂണിറ്റ് ആണ്. ദെൻ ഹാരപ്പൻ ഇക്കോണമി ആണ് യൂണിറ്റ് 4 പറയുന്നത്. അപ്പം ഈ 4 യൂണിറ്റും നിങ്ങൾ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. ബാക്കിയുള്ള യൂണിറ്റ്സും ബാക്കി വരുന്ന 5 യൂണിറ്റ് പഠിക്കുകയും വേണം. അതോടൊപ്പം തന്നെ ഈ 4 യൂണിറ്റിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഫോക്കസ് കൊടുക്കണം. ദെൻ ഓരോ യൂണിറ്റും പഠിക്കുന്ന സമയത്ത് അതിന്റെ ഒരു 1 പേജ് നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. സോ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പേപ്പറിന്റെ ആ ഒരു യൂണിറ്റ്സിന്റെ റിവിഷൻ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് പാർട്ട് 2 സ്മാർട്ട് ട്രാക്ക് ആണ് ഫോർ സ്റ്റുഡൻസ് ഹു വാണ്ട് ടു കവർ ഹൈ yield ഏരിയാസ് എഫിഷ്യന്റ്ലി. അപ്പൊ ഈ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന യൂണിറ്റ്സ് അഥവാ ഹൈ yield ഏരിയാസ് എഫിഷ്യന്റ് ആയിട്ട് കവർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് പാർട്ട് 2. സോ ഇങ്ങനെയുള്ള ലേണേഴ്സ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡേ 1 ടു ഡേ 4 നമ്മൾ 3 സ്റ്റാർ ഇട്ടിട്ടുള്ള യൂണിറ്റ്സ് അഥവാ ഹൈ yield കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 8 യൂണിറ്റുകൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഈ ഒരു 4 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പഠിച്ചു തീർക്കണം. അതിൽ വരുന്ന യൂണിറ്റ് 2, യൂണിറ്റ് 4, യൂണിറ്റ് 5, യൂണിറ്റ് 13, യൂണിറ്റ് 17, യൂണിറ്റ് 19, യൂണിറ്റ് 20 ആൻഡ് യൂണിറ്റ് 24 ആണ്. നെക്സ്റ്റ് പാർട്ട് 3 ആണ് ദ ലാസ്റ്റ് മൈൽ ട്രാക്ക് ഫോർ സ്റ്റുഡൻസ് വിത്ത് മിനിമൽ ടൈം ഫോക്കസ് ഓൺ എക്സാം റെഡി ആൻസേഴ്സ്. ഇനി എക്സാമിന് തീരെ സമയമില്ല, എക്സാമിന്റെ ഒരു 2-3 ദിവസം മാത്രമാണ് പഠിക്കാനിരിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് പാർട്ട് 3. സോ ഇങ്ങനെയുള്ള ലേണേഴ്സ് ചെയ്യേണ്ട നിങ്ങളുടെ ഡേ 1 തന്നെ റീഡ് ദ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആൻഡ് മെമ്മറൈസ് ദ ആൻസർ ബ്ലൂ പ്രിന്റ്സ് ഫോർ ദ ടോപ്പ് 10 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ നമ്മളുടെ PYQ/UI കൊടുത്തിട്ടുള്ള 10 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. അതിന്റെ ആൻസർ ബ്ലൂ പ്രിന്റ്സ് നിങ്ങൾ നന്നായിട്ട് റെഫർ ചെയ്തിട്ട് അത് മെമ്മറൈസ് ചെയ്യുക. അതോടൊപ്പം ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ഫുൾ വർക്ക്ഡ് ആയിട്ടുള്ള ആൻസേഴ്സും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് പാത്ത് 3 എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ അനുസരിച്ചുള്ള ഒരു പാത്ത് ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടതും. ഇനിയുള്ള നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ ഇപ്പൊ കുറച്ച് സമയമാണെങ്കിൽ പോലും അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് ഈ പാത്ത് 3 പറയുന്നത്. സോ അതിനനുസരിച്ച് നിങ്ങൾ നല്ല രീതിയിൽ ഇനി പ്രിപ്പയർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നമ്മൾ എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ ആണ് നോക്കുന്നത്. സോ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു 4ഓളം വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളിവിടെ അനലൈസ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടിട്ടുള്ള കുറച്ച് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് ടോട്ടൽ 100 മാർക്സിലാണ് എക്സാം വരുന്നത്. 3 hours ആണ് ഡ്യൂറേഷൻ. 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്ക് വീതമായിരിക്കും. ദെൻ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ 2 സെക്ഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2. സെക്ഷൻ 1 പൊതുവെ യൂണിറ്റ് 1 ടു യൂണിറ്റ് 15 നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതായത് ഏൻഷ്യൻ ആൻഡ് ഏർലി മെഡീവൽ പീരിയഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും സെക്ഷൻ 1 ഉണ്ടാവുക. സെക്ഷൻ 2 യൂണിറ്റ് 16 ടു യൂണിറ്റ് 28 വരെയുള്ള യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അതായത് മെഡീവൽ പീരിയഡ്
1300 ടു 1700 വരെയുള്ള ഒരു കാലഘട്ടത്തിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ 2 വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. സോ അതിൽ സെക്ഷൻ 1 എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1 ടു ക്വസ്റ്റ്യൻ നമ്പർ 5 വരെ ആയിരിക്കും. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ടു ക്വസ്റ്റ്യൻ നമ്പർ 4 ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ദെൻ സെക്ഷൻ 2 നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 6 ടു ക്വസ്റ്റ്യൻ നമ്പർ 9 എന്ന് പറയുന്നതും ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യന് 20 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. അതിന് നമ്മളൊരു 500 വേർഡ്സിലാണ് എഴുതേണ്ടത്. ദെൻ സെക്ഷൻ 1 ക്വസ്റ്റ്യൻ നമ്പർ 5ഉം സെക്ഷൻ 2 ക്വസ്റ്റ്യൻ നമ്പർ 10ഉം ഷോർട്ട് നോട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ നമുക്ക് ഓപ്ഷൻസ് തരും. അതിൽ ഏതെങ്കിലും രണ്ട് ടോപ്പിക്കിന്റെ ഷോർട്ട് നോട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഓരോ ഷോർട്ട് നോട്ടിനും 10 മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ 2 ഷോർട്ട് നോട്ടിനും കൂടെ 20 മാർക്ക്. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ദെൻ ഓൾമോസ്റ്റ് എല്ലാ സെഷനിലും ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത് ഹിസ്റ്റോറിയോഗ്രഫി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എക്സാമ്പിൾ മാർക്സിസ്റ്റ് അല്ലെങ്കിൽ നാഷണലിസം, ഫ്യൂഡലിസം ഡിബേറ്റ്സ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 3 വരുന്നത്. സോ നിങ്ങൾ ഈ യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം യൂണിറ്റ് 10ഉം നിങ്ങൾ നന്നായിട്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. കാരണം ഈ യൂണിറ്റ്സിൽ നിന്നും ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ എക്സാം പേപ്പർ സ്ട്രക്ചറിന്റെ ഒരു പൈ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തത്. സോ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 25% ക്വസ്റ്റ്യൻസും വരുന്നത് ഏൻഷ്യന്റ് അല്ലെങ്കിൽ ഏർലി മിഡീവൽ ഇക്കോണമി എന്നുള്ള ഏരിയയിൽ നിന്നുമാണ്. ദെൻ ക്രാഫ്റ്റ്, ട്രേഡ്, ഫിസിക്കൽ 1300 ടു 1700 എന്നുള്ള ഏരിയയിൽ നിന്നും 25% ക്വസ്റ്റ്യൻസും, അഗ്രാരിയൻ റിലേഷൻസ് എന്നുള്ള ഏരിയയിൽ നിന്നും 20%, ഹിസ്റ്റോറിയോഗ്രഫി ആൻഡ് ഡിബേറ്റ്സ് എന്നുള്ള ഏരിയയിൽ നിന്നും 20%, വിമൺ ആൻഡ് വർക്ക് എന്നുള്ള ഏരിയയിൽ നിന്നും 10% ക്വസ്റ്റ്യൻസും ആണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഹൈ ഈൽഡ് സിലബസ് മാപ്പിലേക്കാണ് കിടക്കുന്നത്. സോ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള 28 യൂണിറ്റിനെയും 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് 3 സ്റ്റാർ ഹൈ ഈൽഡ് ആണ്. കാരണം എല്ലാ സെഷൻസിലും ഈ യൂണിറ്റ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ 3 സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ക്രിട്ടിക്കൽ ഫോർ പാസിംഗ്. ആൻഡ് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ ഏകദേശം 50% ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. ക്വസ്റ്റ്യൻസിന്റെ ഈ ഒരു യൂണിറ്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് 2 സ്റ്റാർ മീഡിയം ഈൽഡ് യൂണിറ്റ്സ് ആണ്. ഫ്രീക്വന്റ് അപ്പിയറൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് ഫോർ സ്കോറിംഗ് വെൽ. 30% ടൈം ആണ് ഈ യൂണിറ്റ്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ദെൻ ഫൈനലി ഫസ്റ്റ് 1 സ്റ്റാർ ലോ ഈൽഡ് യൂണിറ്റ്സ് ആണ്. അപ്പിയേഴ്സ് ഒക്കേഷണലി ആൻഡ് ഗുഡ് ഫോർ കോംപ്രഹെൻസീവ് കവറേജ്. 20% ടൈമുമാണ് നിങ്ങൾ ഈ ഒരു യൂണിറ്റ്സ് പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത്. ഇനി ഓരോ യൂണിറ്റും ഏത് കാറ്റഗറിയിലാണ് വരുന്നത് നോക്കാം. യൂണിറ്റ് 1 എക്കണോമിക് ഹിസ്റ്റോറിയോഗ്രഫി ഓഫ് ഏർലി ഇന്ത്യ 2 തവണയാണ് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 2 ഹിസ്റ്റോറിയോഗ്രഫി ഓഫ് ദ മിഡീവൽ എക്കോണമി 3 തവണയാണ് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 3 എൻവയോൺമെന്റൽ സോൺസ് ആൻഡ് ഇന്ത്യൻ എക്കോണമിക് ഹിസ്റ്ററി 2 തവണയാണ് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 4 ഒറിജിൻസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ 5 തവണയാണ് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 5 ആർക്കിയോളജി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് പാസ്റ്ററൽ കമ്മ്യൂണിറ്റീസ് 4 തവണയാണ് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 6 മൗര്യൻ ആൻഡ് കുഷന എക്കോണമീസ് 2 തവണയാണ് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 7 ശതവാഹന ആൻഡ് ഗുപ്ത എക്കോണമീസ് 3 തവണയാണ് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 8 ട്രേഡ് ആൻഡ് അർബനൈസേഷൻ നോർത്ത് ഇന്ത്യ 600 BC to 300 CE 1 തവണയാണ് ചോദിച്ചത്. ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 9 ട്രേഡ് ആൻഡ് അർബനൈസേഷൻ പെനിൻസുലാർ ഇന്ത്യ 300 BC to 300 CE 2 തവണയാണ് ചോദിച്ചത്. ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 10 ദ ഇന്ത്യൻ ഫ്യൂഡലിസം ഡിബേറ്റ് 1 തവണയാണ് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 11 അഗ്രികൾച്ചർ ആൻഡ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ നോർത്ത് ഇന്ത്യ
5050 to 1300 CE ഒരു തവണയാണ് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 12 അഗ്രാരിയൻ സൊസൈറ്റി ആൻഡ് സ്ട്രാറ്റിഫിക്കേഷൻ നോർത്ത് ഇന്ത്യ ഒരു തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 13 അഗ്രാരിയൻ ഓർഡർ സൗത്ത് ഇന്ത്യ 4 തവണയാണ് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 14 എക്സ്ചേഞ്ച് നെറ്റ്വർക്ക്സ് ഗിൽഡ് ആൻഡ് അർബനൈസേഷൻ നോർത്ത് ഇന്ത്യ 2 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2024 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 15 എക്സ്ചേഞ്ച് നെറ്റ്വർക്ക് സൗത്ത് ഇന്ത്യ 1 തവണയാണ് ചോദിച്ചത്. ജൂൺ 2024 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 16 അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ 1 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2024 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 17 അഗ്രാരിയൻ റിലേഷൻസ് നോർത്ത് ഇന്ത്യ 3 തവണയാണ് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 18 അഗ്രാരിയൻ റിലേഷൻസ് ഡെക്കാൻ ആൻഡ് സൗത്ത് ഇന്ത്യ 2 തവണയാണ് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 19 നോൺ അഗ്രികൾച്ചറൽ ആൻഡ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ 4 തവണയാണ് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 20 ഫിസ്ക്കൽ സിസ്റ്റം നോർത്ത് ഇന്ത്യ 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 21 ഫിസ്ക്കൽ സിസ്റ്റം ഡെക്കാൻ ആൻഡ് സൗത്ത് ഇന്ത്യ 2 തവണയാണ് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 22 ഇൻലാൻഡ് ആൻഡ് മറൈറ്റൈം ട്രേഡ് 1 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 23 ബിസിനസ് പ്രാക്ടീസസ് ആൻഡ് മോണിറ്ററി ഹിസ്റ്ററി 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 24 ടെക്നോളജി ആൻഡ് എക്കോണമി 4 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 25 ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 3 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 26 അർബൻ സെന്റേഴ്സ് ഇൻ മിഡീവൽ ഇന്ത്യ 1 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2025 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 27 വിമൻ ആൻഡ് വർക്ക് അപ് ടു സി 1300 CE 1 തവണയാണ് എക്സാമിന് ചോദിച്ചത്. ഡിസംബർ 2024 ചോദിച്ചിട്ടുണ്ട്. 1 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 28 വിമൻ ആൻഡ് വർക്ക് സി 1300 to 1700 CE എന്നുള്ള ഏരിയയിൽ നിന്നും 2 തവണയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നത്. ജൂൺ 2025 ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ കാറ്റഗറിയിലാണ് വരുന്നത്. സോ ഇങ്ങനെയാണ് ഓരോ യൂണിറ്റിനെയും കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇതില് 3 സ്റ്റാർ ഇട്ടിട്ടുള്ള യൂണിറ്റ്സ് ആണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ദെൻ 2 സ്റ്റാർ ഇട്ടുള്ള യൂണിറ്റ്സും ദെൻ 1 സ്റ്റാർ ഇട്ടുള്ള യൂണിറ്റ് ഈ ഓർഡറിൽ പഠിച്ചു പോവാം. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ കാണിക്കുന്ന ഗ്രാഫിക്കൽ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് ആണ്. അതില് ഹാരപ്പൻ ഇക്കോണമിയിൽ നിന്നും 5 തവണ റിപ്പീറ്റ് ആയി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ടെക്നോളജിയിൽ നിന്നും 4 തവണ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നോൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എന്നുള്ള ഏരിയയിൽ നിന്നും 4 തവണ റിപ്പീറ്റ് ആയി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ അഗ്രാരിയൻ ഓർഡറിൽ നിന്നും 4 തവണ റിപ്പീറ്റ് ആയി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ഏർലി ഫാമേഴ്സ് ഓർ നിയോളിത്തിക് എന്നുള്ള ഏരിയയിൽ നിന്നും 4 തവണ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലേക്കാണ് കിടക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഓരോ യൂണിറ്റിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഹൈ പ്രോബബിലിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ആൻസർ ബ്ലൂ പ്രിന്റ്സ് ആപ്പിൽ നമ്മളുടെ ലേൺവൈസ് ആപ്പിൽ PYQ UA ബുക്ക്ലെറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇക്കണോമിക് ഹിസ്റ്റോറിയോഗ്രഫി ഓഫ് ഏർലി ഇന്ത്യ എന്നുള്ള ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൈ പ്രോബബിലിറ്റിയിൽ വന്നിട്ടുള്ളത്. That is, discuss the new emerging trends in ancient Indian economic historiography during the early 1960s. Then historiography of the medieval economy എന്നുള്ള ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നത്. അതും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Critically examine the Marxist approach to the study of the medieval Indian economy.
നെക്സ്റ്റ് എൻവയോൺമെന്റൽ സോൺസ് ആൻഡ് ഇന്ത്യൻ എക്കണോമിക് ഹിസ്റ്ററി എന്ന ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അതും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ദ അഗ്രാരിയൻ എൻവയോൺമെന്റ് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ദെൻ ഒറിജിൻസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ള ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ വേരിയസ് ഫേസറ്റ്സ് ഓഫ് ദ ഹാരപ്പൻ എക്കോണമി. ദെൻ ആർക്കിയോളജി ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് പാസ്റ്റോറൽ കമ്മ്യൂണിറ്റീസ് എന്നുള്ള ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അതും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദ ഗ്രോത്ത് പാറ്റേൺ ഓഫ് ഏർലി അഗ്രികൾച്ചറൽ ആൻഡ് പാസ്റ്ററൽ കമ്മ്യൂണിറ്റീസ് ഇൻ ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ദെൻ മൗര്യൻ ആൻഡ് കുഷന ഇക്കോണമീസ് എന്നുള്ള ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ട്രേഡ് അണ്ടർ ദ കുഷനാസ്. നെക്സ്റ്റ് ശതവാഹന ആൻഡ് ഗുപ്ത എക്കണോമീസ് എന്നുള്ള ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൈ പ്രോബബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ എക്കോണമി ഓഫ് ദ ശതവാഹന എംപയർ. ദെൻ ട്രേഡ് ആൻഡ് അർബനൈസേഷൻ നോർത്ത് ഇന്ത്യ 600 BC to 300 CE എന്നുള്ള ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൈ പ്രോബബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഇസ് ബ്രീഫ്ലി ഡിസ്കസ് ട്രേഡ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് 200 BC to 300 CE. നെക്സ്റ്റ് ട്രേഡ് ആൻഡ് അർബനൈസേഷൻ പെനിസുലാർ ഇന്ത്യ 300 BC to 300 CE എന്നുള്ള ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൈ പ്രോബബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഇസ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇൻഡോ റോമൻ ട്രേഡ്. ദെൻ ദ ഇന്ത്യൻ ഫ്യൂഡലിസം ഡിബേറ്റ് എന്നുള്ള ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൈ പ്രോബബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വാസ് ദ ഫ്യൂഡലിസം ഇൻ ഇന്ത്യ അനലൈസ് ക്രിട്ടിക്കലി ഇൻ ദ ലൈറ്റ് ഓഫ് ഹർബൻസ് മുഖിയാസ് ആർഗ്യുമെന്റ്. ഇതാണ് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസും. ഇതിന്റെ ആൻസർ ബ്ലൂ പ്രിന്റ്സ് ആപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതെല്ലാവരും ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മള് പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റുകളാണ് നോക്കുന്നത്. 2 പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് നമ്മളുടെ PYQ UA ബുക്ക്ലെറ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഓരോ ആൻസേഴ്സും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എഴുതിയിട്ടുള്ളത് കറക്റ്റ് അല്ലേ, ഓരോ കണ്ടന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് സെറ്റ് പ്രാക്ടീസ് സെറ്റ് A ആണ്. ഹൈ പ്രോബബിലിറ്റി പേപ്പർ ആണ്. ടൈം 3 hours ആണ്. അറ്റംപ്റ്റ് എനി 5 and 20 മാർക്ക് ഈച്ച്. സെക്ഷൻ 1-ലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, examine the continuities and discontinuities in the historiography of early Indian economy from pre-1950s to the post-1970s. Question number 2, discuss the major features of the Harappan economy with emphasis on long-distance trade and craft specialization. Question number 3, analyze the role of Brahmadeya and the Agrahara grants in agrarian expansion in South India between 6th and 10th century CE. Question number 4, critically examine R.S. Sharma's thesis of urban decay in early medieval North India. Next, question number 6. Discuss the categories of peasantry and forms of peasant resistance in Mughal North India. Question number 7. Examine the land revenue system of the Mughals with a focus on the Zabt system. Question number 8. Discuss the technological changes in the medieval Indian economy between the 1300 and 1700 CE. Question number 9. Evaluate the role of transport and communication in the growth of the medieval economy. Question number 10. Write short notes on any 2 of the following in about 250 words each. Option A, Hundis. Option B, Karganas. Option C, Balutedas. Option D, medieval women and the craft production. Next, practice at B, surprise ready paper ആണ്. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അടുത്തൊരു സെറ്റ് ഓഫ് പേപ്പർ ആണ്. ടൈം 3 hours ആണ്. അറ്റംപ്റ്റ് എനി 5 questions and 20 മാർക്ക് ഈച്ച് ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, the Marxist approach to Indian history ended up building bridges rather than walls. Discuss with reference to R.S. Sharma, Irfan Habib and Harbans Mukhia. Question number 2, trace the origins and spread of agricultural communities in the Indian subcontinent from Mahabharata to the early first millennium BC. Question number 3, compare the agrarian economies of the Gupta and Shatavahana empires using inscriptional and numismatic evidence. Question number 4, examine the nature of exchange networks and merchant guilds in South India between 300 and 1300 CE. Next, question number 6, discuss the agrarian structure under Maratha rule with reference to the Balutedas and Mirasi systems. Question number 7, examine the nature and extent of non-agricultural production in medieval India between 1300 and 1700 CE. Question number 8, analyze the role and significance of insurance and respondentia in medieval business practice. Question number 9, give a brief historiographical assessment of Asian oceanic trade in the medieval period. Question number 10, write short notes on any 2 of the following in about 250 words each.
ഓപ്ഷൻ എ ഇജാര, ഓപ്ഷൻ ബി അയഗാർ സിസ്റ്റം, ഓപ്ഷൻ സി അലാവുദ്ദീൻ ഖിൽജിസ് മാർക്കറ്റ് കൺട്രോൾ മെഷേഴ്സ്, ഓപ്ഷൻ ഡി മോർഫോളജി ഓഫ് എ മിഡീവൽ ടൗൺ. സോ ഇതാണ് രണ്ട് പ്രാക്ടീസ് സെറ്റുകൾ. ഇതിന്റെ ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് നമ്മളുടെ PYQ/UA ബുക്ക്ലെറ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ അതെല്ലാവരും ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റിലേക്കാണ് കിടക്കുന്നത്. ഓരോ ആൻസേഴ്സും ഏത് രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം. ഇപ്പൊ എല്ലാ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ഈ ഒരു ഫ്രെയിം വർക്കിലായിരിക്കും നിങ്ങൾ ആൻസേഴ്സ് എഴുതേണ്ടത്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 500 to 600 വേർഡ്സിലാണ് നമ്മൾ അതിന് ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ ആണ് എഴുതേണ്ടത്. ഇൻട്രൊഡക്ഷനിൽ നമ്മളോട് എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതിന്റെ ഒരു ഡയറക്റ്റ് ആൻസർ നമ്മൾ എഴുതുക. എന്താണോ കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. അത് എന്തുകൊണ്ടാണ് മാറ്റർ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് മെയിൻ ബോഡി ആണ്. മെയിൻ ബോഡിയിൽ 4 to 6 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു പോയിന്റ് അതിന്റെ എക്സ്പ്ലനേഷൻ, അടുത്തൊരു പോയിന്റ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ. അപ്പം ഫസ്റ്റ് പോയിന്റ് ചെയ്താൽ then അതിന്റെ പാരഗ്രാഫ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അടുത്ത പോയിന്റ് അതിന്റെ ഒരു പാരഗ്രാഫ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ. ദെൻ മെയിൻ ബോഡി കഴിഞ്ഞ നെക്സ്റ്റ് കൺക്ലൂഷൻ ആണ് വരുന്നത്. കൺക്ലൂഷനും 2 to 3 സെന്റൻസിലാണ് എഴുതേണ്ടത്. അതിൽ നമ്മളിപ്പോ എഴുതിയിട്ടുള്ള എന്താണോ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു മോഡേൺ റെലവൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിൽ കൺക്ലൂഡ് ചെയ്ത് വെക്കേണ്ടത്. ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ ഡിസ്കസ് എന്ന് പറഞ്ഞിട്ടും എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം. തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആകുമ്പോൾ അതിന് എങ്ങനെ ആൻസർ ചെയ്യണം നോക്കാം. തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ആദ്യം നിങ്ങൾ എന്താണോ തിയറി എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. ദെൻ ഹൂ, വെൻ, വാട്ട്, ഇതിനാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് നമ്മളുടെ ആ ഒരു ലൈനിൽ തന്നെ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ആരാണ് തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്, എപ്പോഴാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്, തിയറിയിൽ എന്താണ് പറയുന്നത്. തിയറി കൃത്യമായിട്ടും ഡിഫൈൻ ചെയ്ത ശേഷം നെക്സ്റ്റ് നമ്മൾ തിയറിയുടെ കോർ കോമ്പണൻസ് അല്ലെങ്കിൽ സ്റ്റേജസ് നമ്മൾ എഴുതാം. SLM കൊടുത്തിട്ടുള്ള ടേംസ് തന്നെ യൂസ് ചെയ്യാം. ദെൻ അതിനുശേഷം തിയറിയുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യാം. ദെൻ തിയറിയുടെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ അതിന്റെ ക്രിറ്റിസിസം നമ്മൾ എഴുതിയിരിക്കണം. ദെൻ ആ തിയറി മോഡേൺ പ്രാക്ടീസുമായിട്ടോ റിലേറ്റഡ് തിയറീസുമായിട്ടോ എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെടുന്നത്, ഇതോടെ നമ്മൾ മസ്റ്റ് ആയിട്ടും എഴുതിയിരിക്കണം. ഇനി ഡിസ്കസ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ അതിൽ കൊടുക്കേണ്ടത്. അതിൽ നമുക്ക് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് നമുക്ക് അതിൽ പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതിയിരിക്കണം. ഇനി എക്സ്പ്ലെയിൻ എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ഡീപ്പായിട്ട് അതിന്റെ ഒരു കോൺസെപ്റ്റ്, അതിൽ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് വ്യക്തതയോട് കൂടിയിട്ട് നമ്മൾ എഴുതിയിരിക്കണം. അതിൽ പല കാര്യങ്ങളും വരും. മേ ബി സ്റ്റേജസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവാം. അതൊക്കെ നമ്മൾ മസ്റ്റ് ആയിട്ടും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ടൈം മാനേജ്മെന്റ് ആണ്. ടോട്ടൽ 3 hours ആണ് എക്സാം. സോ ആ ഒരു 3 hours ആദ്യത്തെ 5 minutes ആണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടൻ തന്നെ എഴുതി തുടങ്ങരുത്. ആദ്യം ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കാം. ഓരോ ക്വസ്റ്റ്യനും വായിക്കുന്ന സമയത്ത് തന്നെ അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് ഏതാണോ, ടഫ് ആയിട്ടുള്ളത് ഏതാണോ, നിങ്ങൾക്ക് മീഡിയം എന്ന് തോന്നുന്നത് ഏതാണോ, അതായത് മോഡറേറ്റ് ആയിട്ട് തോന്നുന്നത് ഏതാണോ എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം നിങ്ങൾ ആദ്യം ആൻസർ ചെയ്യേണ്ടത്. ദെൻ ഓരോ ആൻസേഴ്സും നിങ്ങൾ എഴുതാൻ എടുക്കുന്ന ടൈം 30 minutes ആണ്. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ഈ ഒരു രീതിയിലാണ് ആൻസേഴ്സ് എഴുതി പോവേണ്ടത്. ദെൻ ടോട്ടൽ 6 minutes ആണ് നിങ്ങൾ ഓരോ ആൻസേഴ്സും അതിനെ ഒന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ ഒരു ആൻസർ എഴുതി കഴിഞ്ഞാൽ അതിന് ക്ലാരിറ്റി, അതിന്റെ എന്തെങ്കിലും മിസ്സിംഗ് വേർഡ്സ് ഉണ്ടോ, ഇനി എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുമല്ലോ. അപ്പൊ ഈ ടോട്ടൽ 5 questions ഈ രീതിയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആകെ എടുക്കേണ്ട ടൈം 6 minutes ആണ്. ദെൻ ഫൈനൽ 15 minutes നിങ്ങൾ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഫൈനൽ റിവ്യൂ നടത്തേണ്ടത്. സ്മോൾ കറക്ഷൻസ് ആണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്, ഒരിക്കലും റീറൈറ്റ് ചെയ്യരുത്. ദെൻ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പം ലോങ് പാരഗ്രാഫ് ആയിട്ട് 800 words ഒരു ആൻസർ എഴുതുന്നതിനേക്കാളും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുക 400 words നിങ്ങൾ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതിയിട്ടുള്ള ആൻസറിനാണ്. അപ്പം ആൻസേഴ്സ് എഴുതുമ്പോൾ എപ്പോഴും ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ഈ ഒരു ഫോർമാറ്റിൽ ആൻസേഴ്സ് എഴുതാം. നമ്മളിപ്പം പ്രാക്ടീസ് സെറ്റ് എയും പ്രാക്ടീസ് സെറ്റ് ബിയിലെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലെ.
അപ്പൊ ഇതിന്റെ ഫുൾ വർക്ക്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മളുടെ ലേൺവൈസ് ആപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ ലേൺവൈസ് ആപ്പിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോഡൽ ആൻസേഴ്സ് ഫോർ പ്രാക്ടീസ് സെറ്റ് എ ആൻഡ് പ്രാക്ടീസ് സെറ്റ് ബി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. Then complete PYQ UA booklet with all answer blueprints. Then personalized guidance on answer presentation and exam strategy and access to additional high probability question packs. So നിങ്ങൾ ലേൺവൈസ് ആപ്പ് പർച്ചേസ് ചെയ്യുന്നതോട് കൂടി നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് സെറ്റ് എയുടെയും പ്രാക്ടീസ് സെറ്റ് ബിയുടെയും ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് കിട്ടും. And complete PYQ UA booklet with a detailed answer blueprints for every question. എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ ബ്ലൂപ്രിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള PYQ UA ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് എക്സ്ട്രാ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ ബാക്സ് ക്യൂറേറ്റഡ് ഫ്രം ലേറ്റസ്റ്റ് സെഷൻസ്. ഇപ്പൊ ലേറ്റസ്റ്റ് സെഷൻസിൽ നിന്നും എടുത്തിട്ടുള്ള എക്സ്ട്രാ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസിലേക്കുള്ള ആക്സസ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് സ്ട്രക്ചേർഡ് ഗൈഡൻസ് ഓൺ ആൻസർ പ്രസന്റേഷൻ ആൻഡ് സ്കോറിംഗ്. ഓരോ ആൻസേഴ്സും എങ്ങനെ പ്രസന്റ് ചെയ്യണം, എത്രത്തോളം ടൈം അതിൽ സ്പെൻഡ് ചെയ്യണം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് മെന്റർ സപ്പോർട്ട് ടു ക്ലാരിഫൈ ഡൗട്ട്സ് ബിഫോർ ദ എക്സാം. എക്സാമിന്റെ തൊട്ട് മുന്നേ വരെ നിങ്ങളുടെ ഏത് രീതിയിലുള്ള ഡൗട്ടും ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ആക്സസ് ടു ലേൺവൈസ് അഡ്വാൻസ് ലേണിംഗ് എക്കോസിസ്റ്റം. ലേൺവൈസ് അഡ്വാൻസ് ലേണിംഗ് എക്കോസിസ്റ്റത്തിലേക്കുള്ള ഒരു ആക്സസ് നിങ്ങൾക്ക് ലഭിക്കും. സോ ഇതുവരെയും നിങ്ങൾ ലേൺവൈസിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി 7592939616 എന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്താൽ മതി. അവർ ടീം വിൽ ഗൈഡ് യു ത്രൂ എൻറോൾമെന്റ് ആൻഡ് ഹെൽപ്പ് യു പ്ലാൻ യുവർ പ്രിപ്പറേഷൻ. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ടേം ആൻഡ് എക്സാമിനേഷൻ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.